ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോലീസ്, കാരണം ആദ്യം നമുക്കൊരു പോലീസ് കംപ്ലയിൻറ്റ്, നമുക്കൊരു പ്രൂഫ് വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ പോലീസ് കംപ്ലയിൻറ്റിന് വേണ്ടി മൂവ് ചെയ്തു. പോലീസ് കംപ്ലയിൻറ്റിന് വേണ്ടി വാഴക്കാട് പോലീസ് സ്റ്റേഷൻ, അതുപോലെ നമ്മൾ ഈ നമ്മുടെ എല്ലാവരും പല പല സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഏത് ലൊക്കേഷനിലാണോ ഇത് നടന്നത് അവിടെ പോയി കൊടുക്കണം. നമ്മൾ വാഴക്കാടുള്ള ഏജൻസിയിലാണ് ഏൽപ്പിച്ചത്, പക്ഷേ ഇത് ഇടുക്കി മുതൽ കാസർഗോഡുള്ളവർക്ക് ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല. അവർ പരാതി കൊടുക്കാൻ പോകുന്നവരെ അവർ ഇപ്പോൾ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരും ഇഷ്യൂ ആക്കുമെന്ന് കണ്ടപ്പോൾ അവർ പരാതി വാങ്ങിച്ചു വെച്ചു, റെസിപ്റ്റ് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഓൺലൈൻ പരാതി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഓൺലൈൻ പരാതി കൊടുക്കാനുള്ള ഓപ്ഷനിലുള്ളതുകൊണ്ട് ആപ്പ് വഴി നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് റെസിപ്റ്റ് നമ്പറൊക്കെ കിട്ടും. എന്നിട്ടൊരു CPO പ്രദീപ് എന്ന് പറഞ്ഞ ആൾക്ക് വാഴക്കാടുള്ള CPO-നാണ് അസൈൻ ചെയ്തതെന്നുകൊണ്ട് മെസ്സേജൊക്കെ വന്നു. എന്നാൽ 24 hours കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് 1 week കഴിഞ്ഞു. ഇത്രയും നാളായിട്ടും ഒരു തരത്തിലുള്ള അവർ ഫോൺ വിളിക്കുകയോ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ FIR ഇതാക്കാൻ അവരൊന്നും തയ്യാറിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഇരകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ സാറ് അതുപോലെ ശിവാനന്ദൻ സാറ് അവരൊക്കെ കൂടിയുള്ളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയത്. അതിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടായ്മ കാലിക്കറ്റ് കടപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി കൂടിയത്. അപ്പോൾ നമ്മളൊരു 50 പേരുടെ അടുത്ത് നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ പറഞ്ഞ മാതിരി കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ളവർ നമ്മുടെ ഒരു കൂട്ടായ്മ ഇതിലുണ്ട്. പക്ഷേ എല്ലാവർക്കും വരാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിപ്പോൾ ഒരു ഏജൻസി മാത്രമല്ല, നമ്മളൊരു 3-4 ഏജൻസികളിൽ പണം നഷ്ടപ്പെട്ടവർ ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. അപ്പം നമ്മളുടെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലീസ് കേസ് എടുക്കാൻ റെഡിയാവുമെന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും. പോലീസ് കേസ് എടുക്കാൻ റെഡിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വഴി നമ്മൾ കേസ് മൂവ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്.